നമ്മളൊരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയിട്ട് ഒരു ക്ലെയിമിന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കോടതിയിൽ നൽകേണ്ട കുറച്ച് രേഖകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ആധാർ കാർഡിൻ്റെ കോപ്പി, നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ പാൻ കാർഡ്, പിന്നെ നിങ്ങളെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതാണ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ. അതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവശ്യകത? നമ്മളിപ്പോൾ ആധാർ കാർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നമ്മളെ ക്ലെയിം കിട്ടുന്ന സമയത്ത് കോടതി കൂടുതലായിട്ട് നമുക്ക് അത് ക്ലെയിം കൺസിഡർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഡേ, മന്ത്, ഇയർ ഫുള്ളായിട്ട് കാണുന്ന ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അഡ്വക്കേറ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒരു കോപ്പി, അതിൽ നിർബന്ധമായിട്ടും നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങളെ IFSC കോഡും നിർബന്ധമായിട്ടും വേണം. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ MACT കേസുകളിൽ നമ്മളെ അക്കൗണ്ടിലേക്ക്, കക്ഷികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻ കാർഡ് നിങ്ങൾ പാൻ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അഡ്വക്കേറ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു തുക നിങ്ങൾക്ക് കിട്ടുന്ന ക്ലെയിമിൽ നിന്നും നമ്മൾ കോടതി ആ ഒരു ചെറിയൊരു തുക ടാക്സ് ആയിട്ട് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു പാൻ കാർഡ് കോപ്പി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് 2 തരത്തിലാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെഡിക്കൽ ബോർഡിന് സമയത്തും നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് നമ്മൾക്ക് കേസുകളിൽ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എന്ത് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്, മീൻസ് നമ്മളെ ഡിസ്ചാർജ് സമ്മറികൾ, ബില്ലുകൾ, ഇതൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ കോടതിയിൽ വക്കീലിനെ ഏൽപ്പിക്കേണ്ടതാണ്.